എടാ, ഈ അടുത്ത് നമ്മളൊരു ന്യൂസ് കേട്ടു. ഒരു പ്രമുഖ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ആരുടെ അടുത്താണ് കുറ്റം, അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുറ്റാണോ അതോ ഫാമിലിൻ്റെ കുറ്റാണോ എന്നൊക്കെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇറങ്ങും. വേറൊരാളുടെ നിർബന്ധത്തിന് ഒരിക്കലും ഒരു എക്സാമിന്, ഞാൻ പറയാം SSC എന്നല്ല, ഒരു എക്സാമിന് നിങ്ങൾ പഠിക്കാതിരിക്കുക. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ല, അത്യാവശ്യം വലിയ കുട്ടികളാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരാണ്. നിങ്ങളുടെ പേരൻസിൻ്റെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിംഗ്സിൻ്റെ ആഗ്രഹത്തിനോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആഗ്രഹത്തിനോ ഒന്ന് പഠിച്ച് പാസ്സാൻ പറ്റിയ പരീക്ഷയല്ല ഇത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് നല്ല മേഖലകൾ നമുക്കുണ്ട്. വെറും ഒരു ഗവൺമെന്റ് ജോലിയുള്ളവർ മാത്രമൊന്നുമല്ല ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. വെറും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്, അല്ലേ? അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ ആരും പോയി ആത്മഹത്യ ചെയ്യല്ല ചെയ്യുന്നത്. അവരൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇതിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, വേറെ ആക്കൂല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനില്ല, നിങ്ങളുടെ പേരൻസിനില്ല. അവരൊക്കെ താൽക്കാലികമായിട്ട് കുറച്ചു കാലം നിങ്ങൾക്ക് വേണ്ടി ഒരു കണ്ണീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പതുക്കെ അവരെന്ത് ചെയ്യും, അത് മറക്കും. കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു ഓർമ്മ ദിനത്തിന്റെ അന്ന് മാത്രം നിങ്ങൾ നോക്കുന്നവരായിട്ട് മാറും. കാരണം മറവി എന്ന് പറയുന്ന സാധനം മനുഷ്യനുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മറക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത ചെയ്ത് കഴിഞ്ഞാൽ നാളെ നഷ്ടം സംഭവിക്കാനുള്ളത് നമുക്ക് മാത്രമാണ്. നമ്മുടെ നല്ലൊരു ജീവിതമാണ് നമ്മൾ കൊണ്ടുപോയി കളയുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ നിർബന്ധത്തിന് വന്ന ഒരാളാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പോവുക. കാരണം അങ്ങനെ വേറൊരാളുടെ നിർബന്ധത്തിന് പഠിക്കാൻ പറ്റിയ ഡിഗ്രി ഒക്കെ വേണമല്ലേ? പല ഡിഗ്രികളൊക്കെ പല നിർബന്ധത്തിന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പറ്റും. കാരണം ഡിഗ്രിക്ക് ചെറിയ പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ആർക്കായാലും പാസ്സാകാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ടൊരു പഠനം കൊണ്ട് പാസ്സാകാൻ പറ്റിയ പരീക്ഷ അല്ല ഇത്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾക്കുള്ളിൽ ഒരു താല്പര്യം വേണം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. മെന്റൽ ഹെൽത്ത് എപ്പോഴും സൂക്ഷിക്കുക. മെന്റൽ ഹെൽത്ത് ഒരിക്കലും ഡൗൺ ആയി പോകരുത്. കാരണം നമ്മൾ ശരീരത്തിന് സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തും. നമ്മൾ ഒരിക്കലും ഒരു നെഞ്ചത്തോട്ട് എടുത്ത് അല്ലെങ്കിൽ തലേൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും ഒരു സാധനവും പഠിക്കരുത്. നമ്മൾ കൂളായിട്ട്. അതുകൊണ്ട് തന്നെ SSC മലയാളം എപ്പോഴും പറയും, നമ്മൾ സ്ട്രെസ് ഫ്രീ ക്യാമ്പസാണ്. നമ്മളിവിടെ ആരും അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല. താല്പര്യമുള്ളവർ വരുന്നു, അവർക്ക് നമ്മൾ വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതിനുവേണ്ട അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുന്നു, അവർ പഠിക്കുന്നുള്ളതിന് അപ്പുറത്തോട്ട് ഒരാളെ ഇമ്പോസിനെ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ പണിഷ്മെന്റോ ചീത്ത പറഞ്ഞിട്ടോ ഇവിടെ ഒരു സാധനം നമ്മൾ ഒരു ബാച്ചിലും, ഇഷ്ടംപോലെ ബാച്ചിൽ നമ്മുടെ കഴിഞ്ഞു, ഒരു ബാച്ചിൽ ഒരു കുട്ടിയെ പോലും നമ്മൾ നിർബന്ധിച്ച് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാതിരുന്നിട്ടും നമ്മളിവിടുത്തെ കുട്ടികൾ പാസ്സായി പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താ, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ ഇത് പാസ്സാവുന്നതിന്റെ അർത്ഥമാണ്, അല്ലേ? പണിഷ്മെന്റ് കൊടുത്താൽ മാത്രമല്ല, പണിഷ്മെന്റ് കൊടുക്കാതെയും കുട്ടികൾ പഠിച്ച് നന്നായിട്ട് പാസ്സാവുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫ്രീ ആയിട്ട്, മൈൻഡ് ഫ്രീ ആയിട്ട്, സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നമ്മൾ എപ്പോഴും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതം പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക.